ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഈശോ മിശിഹായിൽ സ്നേഹിക്കപ്പെടുന്ന മാതാപിതാക്കളെ, സഹോദരങ്ങളെ, റോമക്കാർക്ക് എഴുതിയ ലേഖനം 13-ാം അധ്യായം 11-ാം തിരുവചനം നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ്. നിദ്ര വിട്ട് ഉണരേണ്ട മണിക്കൂറാണല്ലോ ഇത്. എന്നാൽ ഇപ്പോൾ രക്ഷ നമ്മൾ ആഗ്രഹിച്ചിരുന്നതിനേക്കാൾ മുമ്പേ തന്നെ അടുത്തെത്തിയിരിക്കുന്നു. രാത്രി കഴിയാറായി. അന്ധകാരത്തിൻ്റെ പ്രവൃത്തികൾ ഉപേക്ഷിച്ച് പ്രകാശത്തിൻ്റെ ആയുധങ്ങൾ നമുക്ക് ധരിക്കാം. പ്രൈസ് ദി ലോർഡ്. നോമ്പുകാലം പരിത്യാഗത്തിൻ്റെയും അനുരഞ്ജനത്തിൻ്റെയും മാനസാന്തരത്തിൻ്റെയും തിരിച്ചുവരവിൻ്റെയും വർജനത്തിൻ്റെയും കാലഘട്ടമാണല്ലോ. നമ്മുടെ നാവിനെയും ഉദരത്തെയും അടക്കണം എന്ന് ഞാൻ സൂചിപ്പിക്കുകയുണ്ടായി. നാവ് രുചി പകരുന്നതാണ്. രുചി അറിയുന്നത് നാം നാവിലൂടെയാണ്. രുചിയുള്ള പാനീയങ്ങൾ കുടിക്കുവാനും ഭക്ഷണങ്ങൾ ആസ്വദിക്കുവാനും ഓരോ വ്യക്തിയും ശ്രദ്ധിക്കുന്നുണ്ട്. എന്നാൽ ഇവയൊന്നും ആത്മീയമായ ഉന്നമനത്തിന് ഉപകരിക്കുന്നതല്ല എന്ന് തിരിച്ചറിയുമ്പോൾ അന്ധകാരത്തിൻ്റെ പ്രവൃത്തികൾ ഉപേക്ഷിക്കുവാൻ നമ്മൾ തയ്യാറാണ്. റോമക്കാർക്ക് എഴുതിയ ലേഖനത്തിൽ 12-ഉം 13-ഉം തിരുവചന ഭാഗങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ വർജനത്തെക്കുറിച്ച് 6 വർജനത്തെക്കുറിച്ച് പറയുന്നുണ്ട്. ഈ കാലഘട്ടം കൃപാവരത്തിൻ്റെ കാലഘട്ടമാക്കി മാറ്റുവാൻ ദൈവഹിതമല്ലാത്തതിൽ ഉപേക്ഷിച്ച് മുന്നേറുവാനുള്ള ശക്തിയും അനുഗ്രഹവും നമുക്ക് തരണമെന്ന് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. പരിശുദ്ധ അമ്മേ, ഞങ്ങൾക്ക് വേണ്ടി പ്രത്യേകമായ മധ്യസ്ഥം വഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കും.